നടക്കടങ്ങോട്ട് റാസ്കൾ. മാഡം, ഇവൻ കഞ്ചാവ് സുഖു. മാഹിയിലും പള്ളൂരും പരിസരങ്ങളിലും സ്കൂൾ കേന്ദ്രീകരിച്ച് LSDയും കഞ്ചാവും വിൽക്കല പണി. കയ്യോട് പൊക്കി. കേസ് ചർച്ച ചെയ്തോളൂ. എന്റെ വക്കീല മാഡത്തിന് അറിയാം, അഡ്വക്കേറ്റ് കാളു. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഇവൻ ഇതൊക്കെ ചെയ്ത് തന്നെ ജീവിക്കുന്ന പറയുന്നത് മാഡം. ആണോടാ? പിള്ളേർക്ക് മയക്കുമരുന്ന് നൽകി ഭാവി തർക്കം നിന്നെ പോലുള്ളവന്മാരൊന്നും ഇനി പുറത്തിറങ്ങരുത്. ജാമ്യമില്ലാത്ത വകുപ്പുകളുണ്ടാ ചിലത്. ഇതേ മാതൃകാ പോലീസ് സ്റ്റേഷൻ അല്ല, മാഹി പോലീസ് സ്റ്റേഷനാ. മനസ്സിലായോടാ? ഇവരെ കൊണ്ടു. ശരി മാഡം, വാടാ. മാഡം, മാനവിന്റെ ജാമ്യത്തിന് വേണ്ടി വന്നതാ. അവനെയും കൊണ്ടു. ഇരിക്കെ. താങ്ക് യു. ഇന്നലത്തേത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മാഡം. ആ ഇഷ്യൂ ഫാബ്രിക്കേറ്റഡ് ആണ്. ഫാബ്രിക്കേറ്റഡോ? മദ്യപിച്ച് ശല്യം ചെയ്തു എന്ന് ഹിത പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അത് മാം, ആ സാഹചര്യത്തിൽ എനക്കതല്ലാതെ വേറൊന്നും ചെയ്യാനില്ലേനു. അതുകൊണ്ടാണ് ഞാൻ ഇയാളെ. മനസ്സിലായി. കലേഷിനെ വെറുപ്പിച്ചാലുള്ള ഭവിഷ്യത്ത് ഓർത്തിട്ടായിരിക്കും അല്ലേ? മാം, ഞാൻ അപ്പോൾ ഇയാളെ രക്ഷ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ വക്കീലെ കൂട്ടിപ്പയ്ക്കൂ. താങ്ക് യു മാഡം. താങ്ക് യു മാം. ബ്രോ, ഞാൻ ഇടപെടണോ? നീ അത് ഇന്റെ കാര്യം നോക്ക്. ഓ, താങ്ക് യു. ഓക്കെ. പ്രണു, ഈടെ വന്നിട്ട് കുറേ നേരമായി. ഇനിയൊന്നും പറയുന്നില്ല. എന്താ? അയ്യേ, ഇങ്ങനെ നോക്കുന്ന കണ്ടാലേ എനിക്കെന്താ തോന്നാന്നറിയാ? എന്താ? എനിക്ക് എന്നോട് പ്രേമാന്ന്. അത് പിന്നെ എന്താന്ന് പറ പ്രണു, എനിക്ക് പോയിട്ട് വരെ പണിയുണ്ട്. നീ പറഞ്ഞതാ എനിക്കെങ്കിലോ? അളിയ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ, അതെങ്ങനെയാ പ്രേമാക്കുക? ഞാനൊരു തേപ്പേരിയായിട്ട് കാണണമെന്ന എൻ്റെ ആഗ്രഹം അല്ലേ? എല്ലാരും നമ്മുടെ കാര്യം പറയുന്നത് നിനക്കറിയാന്നല്ലേ, പിന്നെ എന്തിനാ ഈ അഭിനയം? ഇനി സീരിയസ് ആക്കല്ലേ? പിന്നെ ഫ്രണ്ടിനെ ലവറായിട്ട് കാണാൻ മാത്രമുള്ള ബുദ്ധിക്കുറവ് എനിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നുമില്ല, നിന്റെ മനസ്സിലുള്ള കാര്യം ഒന്നും അറിയാൻ വേണ്ട, ചുമ്മാ. സാരമില്ല. ഓക്കെ ഓക്കെ. 4 മണിക്ക് എനിക്ക് വേറൊരു എമർജൻസി അപ്പോയിൻമെന്റ് ഉണ്ട്. അത് ഇതിലും സീരിയസാ. വാ. ഓക്കെ. ഡി, ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയണ്ടേനു. ഇതിപ്പം വല്ലാത്ത കുടുക്കായല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? എന്താ വന്നാ? ആ, ഇരിക്കൂ. ഇങ്ങനെ കാണണമെന്നല്ല ഞാൻ വിചാരിച്ചേ. ഒരുപാട് കാണാൻ ശ്രമിച്ചു, പറ്റിയില്ല. ഒരുപാട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു, അതും പറ്റിയില്ല. മാനവ് വരുന്നു പറഞ്ഞു ലിസമ്മ. എന്നോട് എന്താ പറയാനുള്ളത്? ഇങ്ങനെയൊക്കെ ചോദിച്ചാ പെട്ടെന്ന് എനിക്കൊന്നും പറയാൻ പറ്റൂല. ഇയാളെ ഞാൻ ഒരാണായിട്ടാ കണ്ടത്. ഒന്നും പറയാനല്ലെങ്കിൽ ഒരു 2 മിനിറ്റ്. ഈ വെള്ളടിച്ചെടുക്കാൻ എന്നെ ഇഷ്ടപ്പെടാൻ എനിക്ക് പറ്റുമോ? ഇല്ല. പോട്ടെ. ഇതാന്ന് ചോദ്യം എനിക്കറിയാനു. പക്ഷേ പോയിക്കോളും. പിന്നെ ആ പക്ഷി എന്താന്ന് എനിക്കറിയണം. വേണ്ട, അതറിഞ്ഞ മന്നനെ ഇഷ്ടാവൂല. അത് മറ്റാരും അറിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അല്ലേലും എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ എന്തിനാ മന്നോട് പറയുന്നത്? ചില പ്രശ്നങ്ങൾ ചിലരോട് മാത്രം പറയേണ്ടതായിട്ട് വരും. അത് പക്ഷെ കേൾക്കുന്നതും വിശ്വസ്തനായിരിക്കണം എന്നുള്ളൂ. എന്നെ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ ഹിത പോയിക്കോളാം. ഒരിക്കൽ എൻ്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞതാ.
കഴിഞ്ഞ ദിവസം ഞാൻ അടി ഉണ്ടാക്കിയ കലേഷിനെ അറിയില്ലേ? അയാളുമായിട്ടാണ് എൻ്റെ കല്യാണം നിശ്ചയിച്ചത്. ഞാനെല്ലാം പറയാം.